ചങ്ങനാശ്ശേരി അതിരൂപത 27ാമത് ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18 മുതൽ തുടങ്ങുകയാണ്. ചങ്ങനാശ്ശേരി SB കോളേജിലാണ് ഈ വർഷം കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 18 മുതൽ 22 വരെയാണ് കൺവെൻഷൻ തീയതികൾ. കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചനും ടീമുമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 ജപമാലയോടെയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. ഇവിടെ ഈ പന്തലിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത 27ാമത് ബൈബിൾ കൺവെൻഷനായുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25,000-ഓളം വിശ്വാസികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്. നമ്മുടെ കൺവെൻഷൻ ഒരുക്കങ്ങൾ എന്തൊക്കെയായി, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനുള്ളത്? നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഒരു വിശ്വാസ ഉണർവിൻ്റെ ദിനങ്ങളായിരുന്നു. നമ്മൾ 80,000 കുടുംബങ്ങളിൽ പ്രത്യാശ ജ്യോതി പ്രയാണം, അതുപോലെ തന്നെ എല്ലാ ഇടവകയിലും സായാഹ്ന കൺവെൻഷനുകൾ, നമ്മൾ പാറേപ്പള്ളിയിലേക്ക് മരിയൻ തീർത്ഥാടനം, ജൂബിലി ആഘോഷങ്ങൾ, ഇതിൻ്റെ എല്ലാം ആത്മീയ അനുഭവത്തിൻ്റെ ഒരു താബോർ മലകയറ്റമാണ് യഥാർത്ഥത്തിൽ ഈ അതിരൂപത ബൈബിൾ കൺവെൻഷൻ. ഈ വലിയൊരു വിശ്വാസ ഉണർവിൻ്റെ ഒരു വലിയ നിറവ് ഈ ബൈബിൾ കൺവെൻഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവ് സർക്കുലറിൽ തൻ്റെ മക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി, കുട്ടനാട്, നെടുങ്കുന്നം, കോട്ടയം, ഇതിൻ്റെ എല്ലാ ഒരു കേന്ദ്രമാണ് ചങ്ങനാശ്ശേരി. എല്ലാവർക്കും തന്നെ ഏതാണ്ട് അരമണിക്കൂർ ഇതിൽ ഓടിയെത്താവുന്ന ഒരു ഇടമാണ് ചങ്ങനാശ്ശേരി. എല്ലാവർക്കും ഒന്നിച്ചുകൂടാൻ പറ്റുന്ന ഇടത്ത് നമ്മുടെ എല്ലാ കുട്ടികളും മാതാപിതാക്കളും യുവജനങ്ങളും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം ഒന്നിച്ചുകൂടുന്ന ഒരാത്മീയ സംഗമമാണ്. നമുക്ക് അഭിഷേകാഗ്നിയിലൂടെ കേരളം മുഴുവൻ വിശ്വാസത്തിൻ്റെ അഗ്നി വർഷിച്ച ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ ആദ്യമായിട്ട് നമ്മുടെ കൺവെൻഷൻ നഗറിലേക്ക് എത്താൻ ഒരു ആവേശമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ അഭിഷേകാഗ്നി ടീം ഏതാണ്ട് 4,000 പേർക്ക് കൗൺസിലിങ്ങിന്, അവരുടെ വൈദികർ, സന്യസ്തർ, ഏതാണ്ട് 70ഓളം അൽമായ പ്രേക്ഷിതരെത്തുന്നു. ഈ വർഷത്തെ കൺവെൻഷനിൽ വലിയൊരു പ്രാർത്ഥന പിൻബലം ഇതിന് പിന്നിലുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഓൺലൈനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. അതുപോലെ തന്നെ അഭിഷേകാഗ്നിയുടെ ടീം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയൊരു പ്രാർത്ഥനയുടെ വലിയൊരു കൃപയിലാണ് കൺവെൻഷൻ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ പേരിൽ ബൈബിൾ കൺവെൻഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതിരൂപത കുടുംബത്തിൻ്റെ മുഴുവൻ പേര് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാനാജാതി മതസ്ഥർ ഈ കൺവെൻഷനിൽ കടന്നു വരണം. എല്ലാവരും 3:30 തന്നെ എത്തിച്ചേരുക. 3:30 നമ്മൾ ജപമാല നമ്മൾ അർപ്പിച്ച, അത് കഴിഞ്ഞ് അഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ വിവിധ ഫൊറോനകളിലെ മുഴുവൻ വൈദികരുടെ നേതൃത്വത്തിലുള്ള സമൂഹ ബലിയാണ്. അതുകൊണ്ട് അഭിമന്യ പിതാവും ആഗ്രഹിക്കുന്നതും ഈ സമൂഹ ബലിയിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും എത്തിച്ചേരുക. ഈ ബൈബിൾ കൺവെൻഷനെ നമുക്കൊരു ചരിത്ര സംഭവമാക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ 4,000-ഓളം ആളുകൾക്ക് നമ്മൾ കൗൺസിലിങ്ങിനുള്ള വലിയൊരു സഹായം ഒരുക്കുന്നുണ്ട്. ആ ഒരു അവസരം അതെങ്ങനെയാണ്? ഈ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? കൗൺസിലിങ്ങിന് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജേക്കബ് ചീരമ്പലിയച്ചൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി കാച്ചാങ്കോടച്ചൻ്റെ നേതൃത്വത്തിൽ അവർ ഏതാണ്ട് 50ഓളം വോളണ്ടിയേഴ്സ് പ്രത്യേകമായി നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കൺവെൻഷൻ നഗറിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇവിടെ 3 സെക്ടർ കൗണ്ടറുകളുണ്ട്. ഇവിടെ ഈ കൺവെൻഷൻ സമയത്ത് ഇവർക്ക് പോയി രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവർക്കുള്ള സമയത്തിൻ്റെ ലഭിക്കും. നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ പാരിഷ് ഹാളിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അവിടെ ഏതാണ്ട് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ എല്ലാവരും നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും യുവജനങ്ങൾക്കും കുടുംബം ഒന്നിച്ച് എല്ലാം കൗൺസിലിങ്ങിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ.
എങ്ങനെയാണ് നമ്മുടെ പാർക്കിംഗ് ക്രമീകരണങ്ങൾ? ഈ വർഷം അതിവിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മൾ പാർക്കിംഗായിട്ട് ഒരുക്കിയിരിക്കുന്നത്. SB കോളേജിൽ നമുക്ക് വിശാലമായ ഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്നത് ആളുകൾ വരുമ്പോൾ ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടൊന്ന് അനുസരിക്കാൻ കൂടെ നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മണിമല കുറുമ്പനാടം നെടുങ്കുന്നം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാവുകാട്ട് ഹാളിൻ്റെ മുൻവശത്ത് നിങ്ങൾ പാർക്ക് ചെയ്യണം. കുട്ടനാട് തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കോളേജ് ടവറിന് മുൻവശത്താണ് നിങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. വൈദികരുടെ വാഹനങ്ങൾ, രോഗികളായിട്ട് വരുന്നവരുടെ വാഹനങ്ങൾ, 2 വീലറുകൾ ഇവ 3-ാം നമ്പർ ഗേറ്റിലൂടെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. രോഗികളായിട്ടുള്ളവരുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആളുകളെ ഇറക്കി പാർക്കിംഗ് സ്ഥലത്ത് പോയി നിങ്ങൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇടവകയിൽ നിന്ന് വരുന്ന ബസ്സുകൾ, ട്രാവലറുകൾ തുടങ്ങിയവ കൺവെൻഷൻ നഗറിന് സമീപം ആളെ ഇറക്കി ബൈപ്പാസ് റോഡിലുള്ള PDAക്കൽ ഗ്രൗണ്ടിൽ, അച്ചയൻസ് റെസ്റ്റോറൻറ്റിന് സമീപത്തുള്ള ഗ്രൗണ്ടാണത്, അവിടെ പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കോട്ടയം അതിരമ്പുഴ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ടൗൺ ഹാൾ, പൂക്കാട്ടുചിറ, മറ്റം ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് ആളുകൾക്ക് വേണ്ടിയിട്ട് 15ഓളം സ്വകാര്യ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വാഴക്കാട്ടുചിറ ബസ് സ്റ്റാൻഡിലാണ്. മുനിസിപ്പാലിറ്റിയുടെ 3-ാം നമ്പർ ബസ് സ്റ്റാൻഡ്, പൈ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥലം. അവിടെ പോയി ആളുകൾ ആ ബസ്സിൽ കയറുവാനായിട്ട് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ വന്നിട്ടുള്ളവർ കുട്ടനാട് തിരുവല്ല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കോളേജ് ടവറിൻ്റെ പരിസരത്താണല്ലോ. തിരിച്ചു പോകുമ്പോൾ 1-ാം നമ്പർ ഗേറ്റിലൂടെ തന്നെ അവർ തിരിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മണിമല കുറുമനാടം നെടുങ്കുന്നം ഭാഗത്തുനിന്ന് വന്നിരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാവുകാട്ട് ഹാളിൻ്റെ പരിസരത്താണ്. തിരിച്ചു പോകുമ്പോൾ അവർ 4-ാം നമ്പർ ഗേറ്റിലൂടെ, ആ ഗ്രൗണ്ടിന് പുറകുവശത്തുള്ള ഗേറ്റിലൂടെ തിരിച്ചു പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിപുലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഈ ഒരു പാർക്കിംഗ് കമ്മിറ്റി നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്.